നയൻത്ത് തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷനാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നമ്മൾ നയൻത്തിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാം. അപ്പം ആദ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ വാട്ട് ഈസ് എ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫോഴ്സ് ഇസ് എ പുഷ് ഓർ പുൾ ഓൺ ആൻ ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റിന് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം നിങ്ങളിങ്ങനെ ക്ലാസ് കഴിഞ്ഞ് മുന്നോട്ട് വരും തോറും പല ഡെഫിനേഷൻസും അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. പുതിയ ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. നയൻത്തിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ പഠിക്കും അല്ലേ. അതൊക്കെ നമ്മൾ നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഫക്ട്സ് ഓഫ് ഫോഴ്സ് എന്തൊക്കെയാണ്, ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ് യൂസസ് ഓഫ് ഫോഴ്സ്? ഒന്ന്, ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യാനും പുൾ ചെയ്യാനും, എന്തെങ്കിലും ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യാനും, ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, ഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഇഫക്റ്റ് അല്ലേ. അതാണ് ഫോഴ്സിൻ്റെ മെയിൻ യൂസസ് എന്ന് പറയുന്നത്. ഇനി ടു മെയിൻ എഫക്ട്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എൻ ഒബ്ജക്ട്സ് മോഷൻ ആൻഡ് ചേഞ്ചിങ് ഇറ്റ്സ് ഷേപ്പ്. മെയിൻ ഈ രണ്ട് കാര്യം, ചേഞ്ചിങ് ആൻ ഒബ്ജക്ട്സ് മോഷൻ ആൻഡ് ചേഞ്ചിങ് ഇറ്റ്സ് ഷേപ്പ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഫണ്ടമെൻ്റൽ ടു അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഫോഴ്സസ് ഇൻട്രാക്ട് വിത്ത് മാറ്റർ ഇൻ ഫിസിക്സ്. അപ്പോൾ എങ്ങനെയാണ് ഒബ്ജക്റ്റിൻ്റെ മോഷനിൽ വ്യത്യാസം വരുന്നത്, അതിൻ്റെ ഷേപ്പ് എന്തൊക്കെയാണ് മാറ്റം വരുന്നത്, ഇത് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഹയർ ലെവലിലേക്ക് പോകും തോറും ഫിസിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം എഫക്ട്സ് ഓഫ് ഫോഴ്സ് ഒരു ഡയഗ്രാമാറ്റിക് ഫോമിൽ കാണിച്ചെന്ന് മാത്രം. ഒന്ന് ചേഞ്ച് ഇൻ ഡയറക്ഷൻ, രണ്ടാമത്തെ എന്താ ചേഞ്ച് ഇൻ ഷേപ്പ്. ഓക്കെ, പിന്നെ പ്രൈമറി എഫക്ട്സ്, ഫസ്റ്റ് വൺ ചേഞ്ച് ഇൻ മോഷൻ, സെക്കൻഡ് വൺ ചേഞ്ച് ഇൻ ഷേപ്പ്. അപ്പം പ്രൈമറി എഫക്റ്റ് എന്താ, പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്തൊക്കെയാണ്? എ ഫോഴ്സ് ക്യാൻ സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്പീഡ് അപ്പ്, സ്ലോ ഡൗൺ ഓർ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാനും അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഡയറക്ഷൻ ഓഫ് മോഷൻ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഫോഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഒരു ഫുട്ബോളിനെ കിക്ക് ചെയ്യുമ്പോൾ, ഒരു കാറിനെ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ എല്ലാം എന്ത് തന്നെയാണ് കാരണം? മെയിൻ അതിൻ്റെ ഫോഴ്സ് തന്നെയാണ്. ചേഞ്ച് ഇൻ ഷേപ്പ്, എ ഫോഴ്സ് ക്യാൻ ഡിഫോം ആൻ ഒബ്ജക്റ്റ് ബൈ കംപ്രസിങ്, സ്ട്രെച്ചിങ് ഓർ ബെൻഡിങ് ഇറ്റ്. ഇപ്പോൾ നമ്മളൊരു പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് ചുരുട്ടാണെങ്കിൽ അവിടെ കംപ്രഷനാണ് നടക്കുന്നത്. സ്പ്രിങ് എടുത്ത് നമ്മൾ രണ്ടെണ്ണം അങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യണം, അത് കംപ്രഷനാണ്. സ്ട്രെച്ചിങ്, റബ്ബർ ബാൻഡിനെ പിടിച്ച് വലിക്കുക, അതൊക്കെ എന്താണ്? സ്ട്രെച്ചിങ്ങിൻ്റെ എക്സാമ്പിൾസാണ്. അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഫോഴ്സ് തന്നെയാണ്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള നയൻത്തിലേക്കുള്ള ടോപ്പിക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒരു ഫുട്ബോളിനെ കിക്ക് ചെയ്യുന്നതും രണ്ടാമത്തത് ഒരു ആപ്പിൾ താഴേക്ക് വീഴുന്നതും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താണ് ലിങ്ക് ഉള്ളത്, എന്തിനാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്? അപ്പോൾ ഇതിൻ്റെ രണ്ടിന് പ്രത്യേകത എന്താ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഫുട്ബോളിനെ നമ്മൾ റെസ്റ്റുള്ള ഫുട്ബോളിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാലുകൊണ്ട് അടിക്കണം അല്ലേ. നോർമൽ കണ്ടീഷനിൽ അത് മൂവ് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഒരു ഫോഴ്സ് കൊടുക്കണം. നേരെ മറിച്ച് നമ്മളുടെ ആപ്പിൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് വീഴും അല്ലേ. ആരും പിടിച്ച് വലിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ ടൈമായി കഴിഞ്ഞാൽ താഴേക്ക് വീഴുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഈ ഫോഴ്സ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ആപ്പിൾ താഴേക്ക് വീഴുന്നത് നമുക്ക് ആ ഗ്രാവിറ്റി ഇതിനെ പിടിച്ച് വലിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നമ്മൾ കാല് മൂവ് ചെയ്ത് തട്ടുമ്പോൾ ശരിക്കും മനസ്സിലാവും ഇത് മൂവ് ചെയ്യുന്നുള്ളത്. അപ്പം ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദർ ആർ ടു കാറ്റഗറീസ് ഓഫ് ഫോഴ്സ് ആൻഡ് ടു ഗ്രൂപ്പ്സ് ഓഫ് ഫോഴ്സസ്. വൺ ഇസ് കോൺടാക്ട് ഫോഴ്സ്, അതർ വൺ ഇസ് നോൺ കോൺടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് കാറ്റഗറീസ് ഓഫ് ഫോഴ്സിൽ വരുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഫോഴ്സിൽ കോൺടാക്ട് ഫോഴ്സസ്, നോൺ കോൺടാക്ട് ഫോഴ്സ്. ഇപ്പോൾ ഫ്രിക്ഷൻ, അതുപോലെ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത് ഒന്നിവിടെ ഈ കുട്ടി പുഷ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെ നിന്ന് നിലം ഇതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാവരെയും പെർപെൻഡിക്കുലറായിട്ട് ഇവിടെ നിന്നൊരു ഫോഴ്സ് ഉണ്ട്, അതാണ് ഇവിടെ നോർമൽ ഫോഴ്സ് എന്ന് കാണിച്ചില്ല. 90 ഡിഗ്രിയിൽ നിലം ഇതിൻ്റെ മുകളിൽ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ബോഡീൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് എന്ത്? നോർമൽ ഫോഴ്സ്. അപ്പം എ പെർപെൻഡിക്കുലർ ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഇസ് നോൺ ആസ് നോർമൽ ഫോഴ്സ്. അപ്പോൾ ഈ നിലം ടേബിളിൻ്റെ മുകളിലും അതേപോലെ ടേബിൾ നിലത്തിൻ്റെ മുകളിലൊക്കെ ഒരു ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് എക്സേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഫിസിക്സിൽ മനസ്സിലാക്കേണ്ടത്. ദെൻ ഇവിടെ ഈ അറ്റത്ത് റോപ്പോ അല്ലെങ്കിൽ സ്പ്രിങ്ങോ നമ്മളിവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ വലിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു പരിധി വരെ എന്ത് ചെയ്യും? ഈ സ്പ്രിങ് ആണെങ്കിൽ റോപ്പ് ആണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഭാഗത്തേക്ക് പുൾ ചെയ്യുന്ന സമയത്ത് ഈ സ്പ്രിങ്ങോ അല്ലെങ്കിൽ റോപ്പിൻ്റെ അകത്ത്
തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഇതിനെ പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സാണിത്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊരു ഫിസിക്കൽ കോൺടാക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനൊരു കോൺടാക്റ്റ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നേരെ മറിച്ച് ഗ്രാവിറ്റി, അതേപോലെ ഇരുമ്പിൻ്റെ സാധനങ്ങളെ നമ്മളിവിടെ കാണാറുണ്ട് അല്ലേ, മാഗ്നറ്റിൻ്റെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യും. ദെൻ ഒരു സ്കെയിൽ അല്ലെങ്കിൽ ഇതേപോലെ ബലൂൺ നമ്മളിതിനെ വീർപ്പിച്ചിട്ട് തലമുടിയുടെ അടുത്തും കൊണ്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അതിന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് ഈ ഫോഴ്സ് ഇൻവിസിബിൾ ഫോഴ്സാണ്, ഇതെല്ലാം നമ്മളിവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പം വാട്ട് ഇസ് എ കോൺടാക്ട് ഫോഴ്സ്? അതിൻ്റെ ഡെഫിനിഷനാണ് എ ഫോഴ്സ് ദാറ്റ് ഒക്കേഴ്സ് ഓൺലി വെൻ ടു ഒബ്ജക്ട്സ് ആർ ഫിസിക്കലി ടച്ചിങ്. അപ്പോൾ ഫിസിക്കലി ടച്ച് ചെയ്യുമ്പോൾ രണ്ട് ഒബ്ജക്ട്സിന് തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ് എന്ത്? കോൺടാക്ട് ഫോഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് പുഷ്, പുൾ, ഫ്രിക്ഷൻ, ടെൻഷൻ ആൻഡ് നോർമൽ ഫോഴ്സ്. അപ്പോൾ നോൺ കോൺടാക്ട് ഫോഴ്സോ എ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് വിതൗട്ട് ഫിസിക്കൽ കോൺടാക്ട് ഓഫൺ ത്രൂ എ ഫീൽഡ്. ഇപ്പോൾ ഗ്രാവിറ്റി ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തായിരിക്കും നടക്കുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ അകത്തായിരിക്കും എന്തുണ്ടാവുന്നത്? ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പം ഇവിടെ എവിടെയോ നമുക്ക് ഈ ഗ്രാവിറ്റിയിലോ മാഗ്നറ്റിക് ഫോഴ്സിലോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിലോ ഫോഴ്സിനെ കാണാൻ പറ്റുന്നില്ല, ഇല്ല, ഇൻവിസിബിൾ ഫോഴ്സാണ്. ഓക്കെ, കോൺടാക്ട് ഫോഴ്സ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് എന്താണ്? ഫിസിക്കൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ് വേണം അല്ലേ. ഇതിനെ മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഒന്ന് നോർമൽ ഫോഴ്സ്, രണ്ടാമത്തത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് ടെൻഷൻ ഫോഴ്സ്. അപ്പം നോർമൽ ഫോഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഡെസ്കിൻ്റെ മുകളിൽ നമ്മൾ ബുക്ക് വെക്കുകയാണെങ്കിൽ അപ്പം ഈ ഡെസ്കിൻ്റെ മുകളിൽ ഈ വെച്ച ബുക്കിൻ്റെ മുകളിൽ ഇങ്ങനെ 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എന്ത്? നമ്മളുടെ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ്, നമ്മളൊരു ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ നിലം ഇതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലേ, അതാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താ ചെയ്യുന്നത്? റെസിസ്റ്റ് മോഷനെ തടസ്സപ്പെടുത്തും. ടെൻഷൻ, സ്പ്രിങ്ങോ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, സ്പ്രിങ്ങിനെ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി സ്പ്രിങ്ങിൻ്റെയോ അല്ലെങ്കിൽ റോപ്പിൻ്റെ അകത്തോ ഡെവലപ്പ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സാണ് എന്ത്? ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ കോൺടാക്ട് ഫോഴ്സിൻ്റെ എക്സാമ്പിളാണ് കിക്കിംഗ് എ ഫുട്ബോൾ. ഓക്കെ, പിന്നെ നോൺ കോൺടാക്ട് ഫോഴ്സസ്. അപ്പം ഒരു ദൂരത്തുള്ള രണ്ട് ഒബ്ജക്റ്റ് തമ്മിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവർ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇത് ഇൻവിസിബിൾ ഫീൽഡ്സ് കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഇതിന് ഫിസിക്കൽ ടച്ചോ ഫിസിക്കൽ കോൺടാക്റ്റോ ആവശ്യമില്ല. അതിൻ്റെ എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഒബ്ജക്ട്സിനെ എർത്തിൻ്റെ സെൻറ്ററിലേക്ക് വലിക്കുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലേ. അപ്പോൾ ചാർജുള്ള രണ്ട് പാർട്ടിക്കിൾസിന് തമ്മിലുള്ള ഫോഴ്സാണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. നോൺ കോൺടാക്ട് ഫോഴ്സിൻ്റെ എക്സാമ്പിൾ എന്താണ്? ആൻ ആപ്പിൾ ഫാളിങ് ഫ്രം എ ട്രീ. ക്ലിയർ ആയല്ലോ? ഇനി ഇവരുടെയൊക്കെ കുറച്ച് പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. അപ്പം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? പുള്ളിങ് ഫോഴ്സ് ആയിരിക്കും, അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, അതിൻ്റെ അടുത്തേക്കായിരിക്കും വലിക്കുന്നത്. നേരെ മറിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അതേപോലെ മാഗ്നറ്റിക് ഫോഴ്സും ഇത് റിപ്പൾസീവ് ആവാം, അട്രാക്റ്റീവ് ആവാം. അപ്പം നമ്മളറിയാം, നമ്മളൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് വേറൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിലേക്ക് അടുപ്പിക്കുമ്പം ഇവർ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. നേരെ മറിച്ചൊരു നോർത്ത് പോള് വേറെ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളിലേക്ക് വരുമ്പോഴോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യും. അപ്പം ഒന്നിൽ റിപ്പൾസീവാണ്, മറ്റേൽ അട്രാക്റ്റീവാണ്. രണ്ടും ആവാം, ഏത്? ഇലക്ട്രോസ്റ്റാറ്റിക്കും മാഗ്നറ്റിക്കും. പിന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് നോൺ കോൺടാക്ട് ഫോഴ്സസ് ബിറ്റ്വീൻ ടു ബോഡീസ്. അപ്പം രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള നോൺ കോൺടാക്ട് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇവർ തമ്മിലുള്ള ദൂരത്തിന് ഇത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഇവരുടെ ഈ ദൂരം അല്ലെങ്കിൽ സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ഇവർ തമ്മിൽ ദൂരം കൂട്ടുന്ന സമയത്ത് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്ന കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിക്രീസ് ചെയ്യുന്നത്? ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് വേരീസ് ഇൻവേഴ്സ്ലി ആസ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദം. ഇപ്പോൾ ഫോഴ്സസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ്, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇവിടെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ഇങ്ങനെ ഇടാൻ കാരണം ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ, ഇപ്പോൾ ബൈ ഇടാൻ കാരണം എന്താ വെച്ചാൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പം ഡിസ്റ്റൻസ് ഇവർ തമ്മിൽ കുറയും. നേരെ മറിച്ച് ഡിസ്റ്റൻസ് ഇവർ തമ്മിൽ കൂടുകയാണെങ്കിൽ ആ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഫോഴ്സും കുറയും. സ്ക്വയർ ആയിട്ടാണ് കുറയുന്നതൊക്കെ. ഓക്കെ, മനസ്സിലാക്കാം. അപ്പം ഓൺ ഡബിളിങ് ദ സെപ്പറേഷൻ ദ ഫോഴ്സ് ബിക്കംസ് 1/4. ഇപ്പം രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഈ രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ ആയെന്ന് വിചാരിക്കാം. 2 മീറ്റർ ആയിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു? ഒരു 4 മീറ്റേഴ്സ് ദൂരമാക്കി. ഇവരുടെ മുകളിൽ ആക്ട് ചെയ്തിരുന്ന ഫോഴ്സ് 4 ന്യൂട്ടൺ ആണ് നമ്മൾ അസ്യൂം ചെയ്യാം.
അപ്പോൾ ഈ ഡിസ്റ്റൻസ് 4 മീറ്റർ ആകുമ്പോൾ വാട്ട് വിൽ ബി ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? അപ്പോൾ എങ്ങനെ വരുന്ന 1/4 കുറയുന്ന പറയാം. 4 × 1/4 ചെയ്താൽ ഇവിടെയുള്ള ഫോഴ്സ് ഇപ്പോൾ എത്രയായിരിക്കും? 1 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, കാൽഭാഗമായിട്ട് കുറയും. ഈ കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇനി അപ്പം നേരത്തെ ടെൻഷൻ ഫോഴ്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്തു അല്ലേ. അപ്പം ഇവിടെ എന്താ കാണിച്ചിട്ടുള്ള ഒരു സ്പ്രിങ് ആണ്. അതിൻ്റെ ഒരു ഭാഗം ഫിക്സ്ഡ് ആണ്. നമ്മൾ ഈ ഭാഗത്ത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടാവും. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ നോർമൽ പൊസിഷൻ. അപ്പോൾ നോർമൽ പൊസിഷനിൽ നിന്ന് നമ്മളിതിനെ വലിച്ചു കഴിഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ അകത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ ഇങ്ങോട്ടാണ് പുള്ള് ചെയ്യുന്നത് അല്ലേ. ഇങ്ങോട്ട് പുള്ള് ചെയ്യുമ്പം ഇവിടെ ഇതിനകത്തൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് ഈ സ്പ്രിങ്ങിനെ തിരിച്ച് അതിൻ്റെ പഴയ പൊസിഷൻ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്പ്രിങ്ങിൻ്റെ അകത്തൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? പഴയ അതിൻ്റെ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സാണത്. ഇനി അപ്പോൾ അതേപോലെ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്പ്രിങ്ങിനെ നമ്മളിങ്ങനെ തൂക്കിയിടണം, വേർട്ടിക്കലി തൂക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ അറ്റത്തൊരു മാസും ഒരു വെയിറ്റും തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെയിറ്റ് ഇവിടെ ഇങ്ങനെ തൂക്കിയിടുമ്പം ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ നിന്ന് മാറി ഇത് എക്സ്റ്റെൻഡ് ചെയ്യും താഴോട്ടേക്ക്. അപ്പം ഈ സ്പ്രിങ് എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ പഴയ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി മുകളിലോട്ടേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതിനാണ് നമ്മൾ എന്താ പറയുക? റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, വെയിറ്റ് ഇവിടെ തൂക്കുമ്പോൾ താഴേക്ക് വരും. പക്ഷേ ആ സ്പ്രിങ്ങിൻ്റെ ടെൻഡൻസി എന്തായിരിക്കും? എപ്പോഴും അതിൻ്റെ പഴയ പൊസിഷനിലേക്ക്, അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ ആ തിരിച്ചു വരാൻ വേണ്ടി ഈ സ്പ്രിങ് അതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. അതായത് താഴോട്ടേക്കുള്ള മാസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എന്ത്? റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പം ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ന് എടുത്ത ക്ലാസ് മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലേ, നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബും അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു ഓൾ ഓഫ് യു.